നമസ്കാരം. എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ആറ്റുകാൽ അമ്മയെക്കുറിച്ചാണ്. ആറ്റുകാൽ വ്രതത്തെക്കുറിച്ചും അതെടുത്താലുള്ള ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ തെക്കുമാറി ആറ്റുകാൽ എന്ന സ്ഥലത്താണ്, കിള്ളിയാറിന്റെ തീരത്താണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് പൊങ്കാല. കൈകളിൽ ശൂലം, അസ്ഥിഫലം, കാകളം എന്നിവ ധരിച്ച് ചതുർബാഹുവായ പ്രസന്നവദനയായ സർവവിഷ്ടപ്രദയായ ഇവിടുത്തെ ദേവി കണ്ണകിയുടെ അവതാരമെന്നാണ് വിശ്വാസം. വടക്കോട്ട് നോക്കിയാണ് ദേവി ഇരിക്കുന്നത്. കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് അവിടെ പൂരത്തിന് ഉത്സവം ആരംഭിക്കുക. അത് കഴിഞ്ഞ് പൂരം നാളിലെ പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് പൊങ്കാല സമർപ്പിക്കുന്നത്. പൊങ്കാല മഹോത്സവം തന്നെ എന്ന് പറയാം. കാരണം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ജാതി മത ഭേദമില്ലാതെ ആൾക്കാർ എല്ലാവർക്കും തന്നെ അവിടെ വന്ന് പൊങ്കാല സമർപ്പിക്കാം. അത്രയ്ക്കും ശ്രേഷ്ഠമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. കുംഭമാസത്തിലെ പൂര നക്ഷത്രത്തിലാണ് പൊങ്കാല ഇടുന്നത്. അന്നത്തെ ദിവസം പൊങ്കാല സമർപ്പിക്കുമ്പോൾ കോടി വസ്ത്രം ഉടുത്തു വേണം പൊങ്കാല സമർപ്പിക്കാൻ എന്ന് പറയും. അതും മൺകലത്തിൽ തന്നെയാണ് സമർപ്പണം ചെയ്യേണ്ടത്. 10 ദിവസം വ്രതം എടുത്തിരിക്കണം എന്നുള്ളത്. മിനിമം 3 ദിവസമെങ്കിലും വ്രതം എടുത്തിരിക്കണം എന്ന് പറയും. നമ്മളൊരു കാര്യം വിചാരിച്ചിട്ട് അത് നടന്നു കിട്ടണം പറഞ്ഞിട്ടാണ്, നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചിട്ടാണ് പൊങ്കാല സമർപ്പിക്കാൻ പോകുന്നതെങ്കിൽ 10 ദിവസം തന്നെ വ്രതം എടുത്തിരിക്കണം. അപ്പൊ തന്നെയാണ് ആ വ്രതശുദ്ധിയോടുകൂടി ആ വ്രതത്തിന് അത്രയും ശക്തി ഉണ്ടാവും. ആ പൊങ്കാല സമർപ്പിക്കുന്നതോടെ നിങ്ങൾക്ക് അടുത്ത പൊങ്കാലയാവുമ്പോഴേക്കും നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടുന്നതാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്, അത്രയും ശക്തിയുള്ള അമ്മയാണ് ആറ്റുകാൽ അമ്മ എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ തന്നെ എനിക്ക് കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. കാരണം ഞാനൊരു പ്രാർത്ഥന വെച്ചിരുന്നു, അവിടെ വന്ന് പൊങ്കാല ഇടാ പറഞ്ഞിട്ട്. എനിക്ക് അവിടെ പോകാനോ പൊങ്കാല സമർപ്പിക്കാനോ പറ്റിയില്ല. ഞാൻ എൻ്റെ വീട്ടുമുറ്റത്താണ് 10 ദിവസം വ്രതം എടുത്തിട്ട് പൊങ്കാല സമർപ്പിച്ചത്. നമ്മൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് അവിടെ പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് അത് എങ്ങനെ സാധിച്ചില്ല. ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇത്രയും ദൂരം പോയിട്ട്, ഒത്തിരി ദൂരമൊക്കെ ഇരിക്കുന്നവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ ആരെങ്കിലും ഒരാൾ കൂട്ടുണ്ടെങ്കിലേ അത്രയും ദൂരം പോയി നമുക്ക് പൊങ്കാല സമർപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതേ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് നമ്മളെ പൊങ്കാല ഇടാതിരുന്ന അത് നമുക്കൊരു മനോവിഷമമല്ലേ. ഞാൻ വ്രതം എടുത്ത് 10 ദിവസം വ്രതം എടുത്തിട്ട് ഞാൻ എൻ്റെ മുറ്റത്ത് പൊങ്കാല സമർപ്പിച്ചിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പൊങ്കാല ഇടണം എന്നുള്ളത്. അത്ര ദൂരം പോവാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് സമർപ്പിച്ചു. അതുപോലെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പോകാൻ കൂട്ടിന് ആളില്ല എന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്രതം കൊടുത്ത് നിങ്ങളുടെ മുറ്റത്ത് നിങ്ങൾ പൊങ്കാലയിട്ടാലും ദേവി അത് കൊള്ളും. നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടത്തിത്തരും. എനിക്ക് നടന്നിട്ടുള്ളതാ. നമ്മുടെ ശക്തി അത്രയും ഇതാണ്. കാരണം വെച്ചാൽ അവിടെ 5-ാം തീയതി കൊടിയേറി കഴിഞ്ഞാൽ അവിടെ കൊടുങ്ങല്ലൂരമ്മനെയാണ് സ്വീകരിക്കുന്നത്. കൊടുങ്ങല്ലൂരമ്മ എന്ന് പറയുന്നത് മധുരമീനാക്ഷിയാണ്, കണ്ണകിയാണ് അമ്മ. അതിശക്തിയായിട്ടുള്ള കൊടുങ്ങല്ലൂരമ്മ എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീകൾ വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്താണ് അമ്മ. നമ്മൾ മനസ്സ് നൊന്ത് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിനാണോ അമ്മയെ സമീപിച്ചിരിക്കുന്നത് ആ കാര്യം നമുക്ക് നടത്തിത്തരും. അത്രയ്ക്ക് ശക്തിയാണ് കൊടുങ്ങല്ലൂരമ്മ. ആ അമ്മ തന്നെയാണ് ആറ്റുകാലിരിക്കുന്നത്. നമ്മൾ പൊങ്കാല സമർപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ പൊങ്കാല സമർപ്പിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം അടുത്ത പൊങ്കാലിൻ്റെ ഉള്ളിൽ നടന്നു കിട്ടുന്നതാണ്. അത്രയ്ക്കും ശക്തിയുള്ള അമ്മയാണ് ആറ്റുകാൽ അമ്മ. അവിടെ ക്ഷേത്രത്തിൽ സ്ത്രീകൾ മൺപാത്രങ്ങൾ പൊങ്കാല വെച്ചുണ്ടാക്കി ദേവിക്ക് നിവേദിക്കുക എന്ന ഒരു ചടങ്ങാണ്. ഇതിന് 3 ദിവസമെങ്കിലും വ്രതം എടുത്തിരിക്കണം അവർ. കോടി വസ്ത്രം ധരിച്ചാണ് മൺപാത്രം പുതിയത്, തവി പുതിയത്, എല്ലാം പുതിയത് വാങ്ങിച്ചു വേണം പൊങ്കാല സമർപ്പിക്കാൻ. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഓരോ വർഷം കഴിയുമ്പോഴും ആറ്റുകാൽ അമ്മൻ്റെ അവിടെ എത്തിച്ചേരുന്നത്. അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടാണ് ആ ക്ഷേത്രവും. അവിടെ നിന്ന് കിലോമീറ്റർ കണക്കിന് ആൾക്കാർ പൊങ്കാല സമർപ്പിക്കാൻ എത്തുകയാണ്. അപ്പൊ നമ്മളൊരു ആഗ്രഹം പറഞ്ഞിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി പോയാൽ നമ്മളുടെ കാര്യങ്ങളും നടത്തിത്തരും. കാരണം നമ്മൾ വ്രതം എടുക്കുമ്പോൾ തന്നെ മനസ്സിൽ എന്താഗ്രഹിച്ചിട്ടാണോ നിങ്ങൾ വ്രതം എടുക്കുന്നത് ആ കാര്യം അടുത്ത പൊങ്കാലിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടും എന്നൊരു വിശ്വാസവും കൂടി ഉണ്ട്. നമ്മൾ മനസ്സും ശരീരവും ശുദ്ധമായി സൂക്ഷിച്ച് നമ്മൾ ആ വ്രതം സമർപ്പിക്കുമ്പോൾ ആ അമ്മയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുകയാണ്.
അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൽ ഈ പൊങ്കാല ദിവസം സാരി സമർപ്പണമുണ്ട്. ഈ മംഗല്യം നടക്കാത്തവർക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഒരു സാരി വാങ്ങിച്ച് ഈ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണെങ്കിൽ എത്രയും വേഗം മംഗല്യം നടന്നു കിട്ടും എന്ന് പറയാറുണ്ട്. അവിടെ പ്രത്യേകതരമായിട്ടുള്ള ഓരോ വഴിപാടുകളുണ്ട്. ദേവിക്ക് ചെയ്യുന്ന അഭിഷേകങ്ങൾ തൊട്ടിട്ട് പ്രത്യേകതയായിട്ട് കുങ്കുമാഭിഷേകം ചെയ്യുന്നത് കാര്യവിജയത്തിനാണ് ആ കുങ്കുമാഭിഷേക സമർപ്പണം നടത്തുന്നത്. വെടിവഴിപാട് സമർപ്പണം നടത്തുന്നത് ശത്രു ദോഷം മാറാൻ അല്ലെങ്കിൽ ശത്രുബാധ മാറി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആറ്റുകാലമ്മയ്ക്ക് വെടിവഴിപാട് അന്നത്തെ ദിവസം നടത്തുന്നത്. അന്നത്തെ ദിവസം നടത്തുമ്പോൾ അതിന് കൂടുതൽ ഫലമാണ് എന്നാണ് അവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ദിവസത്തിന് അത്രയും പ്രത്യേകത. അമ്മയെ ആ 10 ദിവസം ഉത്സവത്തിൽ ആറാടിച്ച് നിൽക്കുന്ന അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്നതിലൂടെ നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മൾക്ക് വന്നിട്ടുള്ള കഷ്ടങ്ങളും എല്ലാം നമ്മൾ അമ്മയോട് സമർപ്പിക്കുമ്പോൾ അതെല്ലാം മാറ്റിത്തരാൻ ദേവി തന്നെ നമുക്കൊരു സൊല്യൂഷൻ ഒന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അത്രയും ശക്തിയുള്ള അമ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വ്രതം എടുക്കുക. കഴിയുമെങ്കിൽ ആറ്റുകാൽ തന്നെ വന്ന് പൊങ്കാലയിടാൻ ശ്രമിക്കുക. ഇല്ല പറ്റാത്തവർക്ക് അവരവരുടെ വീട്ടുമുറ്റത്ത് വെച്ചിട്ട് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വെച്ച് പൊങ്കാല സമർപ്പിച്ചാലും ദേവി കൈക്കൊള്ളുന്നതാണ്. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച് പൊങ്കാലയിട്ടപ്പോൾ എനിക്ക് നടന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഈ വീഡിയോയിലൂടെ പറയുന്നത്. കാരണം വെച്ചാൽ എല്ലാവരും പറയുന്നത് അവിടെ പോയി ഇട്ടാൽ തന്നെ ശരിയാവുള്ളൂ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ നമ്മുടെ വീട്ടിന്റെ മുൻവശത്ത് ചാണകമൊക്കെ നന്നായിട്ട് മെഴുകി കോലമൊക്കെ വരച്ച് കല്ല് വെച്ചിട്ട് വിഘ്നേശ്വരനൊക്കെ പ്രാർത്ഥിച്ച് ഒരു വിളക്കൊക്കെ സമർപ്പിച്ച് അവലും മലരൊക്കെ വെച്ചിട്ട് നമ്മൾ പൊങ്കാല സമർപ്പിച്ച നമ്മുടെ വീട്ടുമുറ്റത്തിട്ടാലും ആ അമ്മ അത് കൊള്ളുന്നതാണ്. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.